പി.സി. ജോർജിന് വലിയ രീതിയിലുള്ള ഒരു ശോഭനമായ ഭാവിയാണ് വരാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് എന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉടനടി തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്തരം രീതിയിലുള്ള ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം അത്തരം രീതിയിലാണ് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. പക്ഷേ മുസ്ലിം വിദ്വേഷത്തിൻ്റെ പേരിൽ മുസ്ലിം വിദ്വേഷം നടത്തി എന്നതിൻ്റെ പേരിൽ നിരന്തരമായിട്ട് ഇപ്പം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് പല സുഡാപ്പികളും. ഈ പി.സി. ജോർജിൻ്റെ കാര്യം സത്യത്തിൽ പി.സി. ജോർജ് നല്ല എന്താ പറയുക, നല്ല ധൈര്യമുള്ള നേതാവാണ്. തുറന്ന് പറയാൻ ആർജവമുള്ള നേതാവാണ് പി.സി. ജോർജ്. പക്ഷേ നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും പാലിക്കേണ്ട ചില മര്യാദകൾ എന്ന് പറയുന്ന സാധനമുണ്ട്. വാചകത്തിലൂടെയുള്ള മര്യാദകളുണ്ട്. ഇപ്പോൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആളാണെങ്കിൽ പോലും അദ്ദേഹത്തെ വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ നമ്മൾ മലയാളികൾ സാധാരണയായി കൊണ്ടു നടക്കാറില്ല. പക്ഷെ പി സിക്ക് പറ്റുന്നത്, പി സി പലപ്പോഴും കാര്യങ്ങൾ സത്യസന്ധമായി വിളിച്ചു പറയുന്നത് കൊണ്ട് അതേ രീതിയിൽ അങ്ങ് പോവും. പി സിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾ ഇത് മനസ്സിൽ കൊണ്ടു നടക്കും, പി സി അത് വിളിച്ചു പറയും. അങ്ങനെ പി സിക്ക് പലപ്പോഴും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മുസ്ലിം വിദ്വേഷം സംഭവിച്ചു പറഞ്ഞു എന്നാണ് പി സിക്ക് എതിരെയുള്ള പ്രശ്നം. ശരിയാണ്, അങ്ങനെ പി സി പറയരുത് എന്ന് BJP പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പി സി അത് തിരുത്തുകയും മാപ്പ് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അത് തിരുത്താതെ മാപ്പ് പറയാതെ നിൽക്കുകയാണെങ്കിൽ നമുക്കതിനെ കുറ്റം പറയാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, എൻ്റെ അടുത്തൊരു നാക്കുപിഴ വന്നതാണ് എന്ന് പി.സി. ജോർജ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് പി.സി. ജോർജിനെ ഇങ്ങനെ ആക്രമിക്കാനുള്ള നിലപാടുമായിട്ട് സുഡാപ്പികളും കമ്മികളും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പൂഞ്ഞാർ എന്ന് പറയുന്ന പി.സി. ജോർജിൻ്റെ നിയോജക മണ്ഡലത്തിൽ പി.സി. ജോർജിനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളായിരുന്നു, SDPI തീവ്രവാദികളായിരുന്നു. ഈ ഒരു വിദ്വേഷം, ഈ ഒരു ദേഷ്യം പി.സി. ജോർജിന് അവരോടുണ്ട്. സത്യത്തിൽ ഒരു റിലീജിയസ് ബേസിലാണ് കഴിഞ്ഞ പി.സി. ജോർജിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തോൽപ്പിച്ചത് എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. ഈ പറയുന്ന CPM-ൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കാനുള്ള കാരണം ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടാക്കിയിട്ട് പി സിക്കെതിരെ തിരിയുകയും അത് CPM-ൻ്റെ അകത്തേക്ക് ഒരു ഏകീകരണത്തിന് കൊടുത്തു, ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇത് പി സിക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പി.സി. ജോർജും ഷോൺ ജോർജും BJP-യിലേക്ക് കടന്നു വന്നതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ വല്ലാതെ ഈ സമൂഹത്തിൽ ഉയരുന്നുണ്ട്. ഒന്ന്, പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള സ്വാധീനം വെറുതെ നമ്മൾ കാണേണ്ട. കാരണം ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് സഭകൾക്കൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും സഭ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന, സഭയ്ക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പി.സിയുടെ നാവിലൂടെ പറയുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് സത്യസന്ധമായ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ പി.സി. ജോർജിന് ഇനി വരുന്ന BJP-യുടെ ഈ പറയുന്ന പുനഃസംഘടനയ്ക്കകത്ത് ഒരു BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിട്ട് പി.സി. ജോർജിനെ നിയമിച്ചേക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിലോ അല്ലെങ്കിൽ അതിനോടനുബന്ധമായ ഏതെങ്കിലും ഒരു സീറ്റിലോ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് പി.സി. ജോർജ് വരാനും സാധ്യതയുണ്ട്. അവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും BJP-യിലെ വോട്ടും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടും ചേർന്നാൽ വീണ്ടും പി.സി. പൂഞ്ഞാറിൻ്റെ MLA ആകുമെന്ന് കരുതുന്നവരാണ്. ആ കണക്ക് കൂട്ടലിലാണ് BJP-യുടെ നേതൃത്വം ഉള്ളത്. നേരെ തിരിച്ച് ഷോൺ ജോർജിലേക്ക് നമ്മൾ വന്നാൽ, ഷോൺ ജോർജ് പുലിയല്ല പുപ്പുലിയാണ് ഷോൺ ജോർജ്. BJP-ക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച നേതാവാണ് ഷോൺ ജോർജ്. അത് അനൂപ് ആൻ്റണിയെപ്പോലുള്ള പത്തനംതിട്ടയിലെ നല്ല മികച്ച നേതാക്കന്മാരുണ്ടെങ്കിൽ പോലും ഒരു രാഷ്ട്രീയം പയറ്റിത്തെളിഞ്ഞ ഒരു നേതാവാണ് ഷോൺ ജോർജ് എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൻ്റെ A-Z ഉൾക്കള്ളികളെല്ലാം അറിയുന്ന നേതാവാണ് ഷോൺ ജോർജ് എന്ന് പറയുന്നത്. ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്, പിന്നെ UDF-ൻ്റെ കാര്യങ്ങൾ എന്തായിരുന്നു, ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ തീരുമാനിക്കുന്നത്, ഇതൊക്കെ പറയുന്നത് ആരാണ്? ഷോൺ ജോർജാണ്. അതുപോലെ തന്നെ ഈ LDF-വുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ അകത്തെ പൊളിറ്റിക്സും ആർക്കറിയാം? ഷോൺ ജോർജിനറിയാം. മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കർഷകരെയും അവിടുത്തെ ക്രിസ്ത്യാനികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും KM മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് M-ൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ പോലും അറിയാവുന്ന, അതിൽ പ്രവർത്തിച്ചവരാണല്ലോ ഈ പി.സി. ജോർജും ഷോൺ ജോർജും ഒക്കെ. അപ്പോൾ ആ തരത്തിൽ രാഷ്ട്രീയം പയറ്റിത്തെളിഞ്ഞ ഒരു നേതാവിനെ BJP-ക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ഭാഗത്തേക്കും മലയോര മേഖലയിലേക്കും ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് BJP-ക്ക് കടന്നു കയറാനുള്ള ഏറ്റവും നല്ല
വഴിയാണ് ഷോൺ ജോർജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല സീറ്റ്, അത് ഏത് സീറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നല്ല സീറ്റ് BJP കൊടുക്കുകയും ഒരുപക്ഷെ ഷോൺ ജോർജ് അവിടെ വിജയിച്ച് വരാൻ സാധ്യതയുണ്ട്. ഇനി ഇന്നല്ല ഈ ടേം അല്ലെങ്കിൽ അടുത്ത ടേമിൽ ഷോൺ ജോർജ് വിജയിച്ച് വരാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ ഷോൺ ജോർജ് അവിടെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായ അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് അത് സത്യസന്ധമായ രീതിയിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. രണ്ടാമത്തത്, ഷോൺ ജോർജ് നല്ലൊരു വാഗ്മിയാണ്, നന്നായിട്ട് പ്രസംഗിക്കും ഷോൺ ജോർജ്. ഷോണിൻ്റെ പ്രസംഗം കേട്ടിരിക്കാൻ നമുക്ക് തോന്നും. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ കഴമ്പുണ്ട്, സത്യസന്ധമായ കാര്യങ്ങളാണ്, രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നതിൽ അദ്ദേഹം വിജയമാണ് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും. ഞാൻ ഷോണുമായിട്ട് വിമിക്സ് ചർച്ച എനിക്ക് തോന്നുന്നു ഗൗതം എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് വളരെ കൃത്യമായും മറുപടികൾ പറയില്ല, സത്യസന്ധമായി ആലോചിച്ചിട്ട് മാത്രമേ പറയാറുള്ളൂ. ഒരു വർഗീയതയുടെ എലമെന്റോ അല്ലെങ്കിൽ പിന്നെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഈ ചർച്ചയെ ഇങ്ങനെ വഴിതിരിച്ച് വിട്ടുകൊണ്ടുപോകുന്ന ഏർപ്പാടുകളോ ഒന്നും തന്നെ ഷോൺ ജോർജ് എന്ന് പറയുന്ന നേതാവിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തിൽ കാണേണ്ട പോസിറ്റീവായ കാര്യം. രണ്ടാമത്തത്, ഒരിക്കലും ഞാൻ ഷോൺ ജോർജിനെ വിളിച്ചു, ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ അവിടെ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്ന് പറഞ്ഞു ഫോൺ ചെവിയിൽ തന്നെ വെച്ചുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. ആരോ ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് അദ്ദേഹത്തോട് വളരെ മാന്യമായി വളരെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, അപ്പോൾ ഇതെപ്പോൾ നടക്കും, ഇതെപ്പോഴേക്ക് ശരിയാകും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷോൺ ജോർജ് പറയുന്ന ഒരു വാചകമുണ്ട്. അതായത്, ചേട്ടൻ നമുക്ക് ശരിയാക്കാം, പക്ഷേ ചേട്ടൻ ആരാണ് എന്നോ എന്താണ് എന്നോ എനിക്കറിയില്ല. ചേട്ടൻ ഇപ്പോൾ വന്നപ്പോഴാണ് ഞാൻ ചേട്ടനെ കാണുന്നത്. ഇതിലെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ പഠിക്കട്ടെ, എന്നിട്ട് ഇത് സത്യസന്ധമാണോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ സത്യസന്ധമാണെങ്കിൽ ചേട്ടന് വേണ്ടി ഞാനിത് ചെയ്തു തരാം, നമുക്ക് ആരെ ആയാലും കണ്ടിട്ട് നമുക്കിത് ശരിയാക്കാം എന്ന് പറയുന്ന ഒരു ഷോൺ ജോർജിനെ ഞാൻ അവിടെ കണ്ടു. അത് വിഷയത്തിലേക്ക് ഇത്രയും വലിയ രീതിയിൽ അത് ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളുടെ പേര് ഷോൺ ജോർജ് എന്നുള്ളത് അല്ല, അത് ശരിയാണ്. അത് ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഇപ്പോൾ ഒരാളിനെ അത് ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കല്ലേ ഷോൺ ജോർജ് പറഞ്ഞത് ആണ്. പക്ഷേ ഷോൺ ജോർജ് വേറൊരു കാര്യം കൂടെ കാണിച്ചു, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചതിയാണെങ്കിൽ അതിൽ പോയി ചാടാൻ ഞാനില്ല. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന കൃത്യമായ ഒരു മുന്നൊരുക്കം, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, നമ്മൾ പറയുക ശ്രദ്ധ, അത് ഷോൺ ജോർജ് കാണിച്ചു. ആ കാണിക്കൽ തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം അനാവശ്യമായി കുഴിയിൽ പോയി ചാടുന്ന രാഷ്ട്രീയക്കാരനല്ല. ന്യായമായ കാര്യമാണെങ്കിൽ അദ്ദേഹം ചെയ്തു കൊടുക്കും.